നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാറുണ്ട്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ഒരു ആപ്പ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് പെർമിഷൻ കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്ലേ സ്റ്റോർ നമ്മെ സഹായിക്കുന്ന കുറച്ച് സെറ്റിങ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. അതായത് നമ്മളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ആപ്പിലേക്ക് കൊടുക്കുന്ന പെർമിഷൻ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ പ്ലേ സ്റ്റോർ തന്നെ റിമൂവ് ചെയ്ത് തരും. അതുപോലെ തന്നെ നമ്മൾ 6 മാസത്തോളം ഉപയോഗിക്കാത്ത ആപ്പുകളുണ്ടെങ്കിൽ അതും നമുക്ക് പ്ലേ സ്റ്റോർ കാണിച്ചു തരും. മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഏതെങ്കിലും വൈറസോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ആപ്പുകൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്ലേ സ്റ്റോർ കാണിച്ചു തരും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്ലേ സ്റ്റോറിനകത്ത് നമ്മളെ സേഫാക്കുന്ന പ്ലേ സ്റ്റോർ കൊണ്ടുവന്ന സെറ്റിങ്സുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ആപ്പുകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, എന്നാൽ നമ്മളിവിടെ ചെയ്യുന്നത് ആദ്യം പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. പ്ലേ സ്റ്റോർ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സെറ്റിങ്സ് എന്നുള്ള ഓപ്ഷൻ കാണും. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് അബൌട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം അപ്ഡേറ്റ് പ്ലേ സ്റ്റോർ എന്നുള്ള ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് അല്പം വെയിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കാണാം അപ് ടു ഡേറ്റ് എന്നുള്ള പേരിൽ നമ്മുടെ പ്ലേ സ്റ്റോർ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. സാധാരണ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ സമയമൊന്നും എടുക്കില്ല. പ്ലേ സ്റ്റോർ ജസ്റ്റ് നമ്മൾ ഇതിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആകും. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണും ഏറ്റവും മുകളിൽ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മാനേജ് ആപ്സ് ആൻഡ് ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ 2 ഓപ്ഷൻ കാണാം, ഓവർ വ്യൂ അതുപോലെ തന്നെ മാനേജ് എന്നുള്ള ഓപ്ഷനും 2 ഓപ്ഷൻ കാണാം. അതിനകത്ത് മാനേജ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത നമ്മുടെ ഫോണിനകത്ത് ഇപ്പോൾ നിലവിലുള്ള ആപ്പുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് റീസെൻ്റ്ലി അപ്ഡേറ്റഡ് എന്നുള്ള ഒരു ഭാഗം കാണാൻ സാധിക്കും. അതിൻ്റെ ഏറ്റവും അവസാനം ഒരു 3 ലൈന് കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസുകൾ കാണും. ഇതിനകത്ത് നമുക്ക് ലീസ്റ്റ് യൂസർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അല്ലെങ്കിൽ 6 മാസത്തോളമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത നമ്മുടെ ഫോണിനകത്തുള്ള ആപ്പുകളാണ് ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ അതുകൊണ്ട് നോക്കുക ഓരോ ആപ്പുകൾ എത്രത്തോളം നമ്മുടെ ഫോണിനകത്തുണ്ട് എന്നുള്ളത് കാണാൻ സാധിക്കും. പല ആപ്പുകളും നിങ്ങൾ കണ്ടിട്ട് പോലും ഉണ്ടാകില്ല നിങ്ങളുടെ ഫോണിനകത്ത്. പക്ഷേ ഈ ആപ്പുകളൊക്കെ നിങ്ങളുടെ ഫോണിനകത്തുള്ളതാണ്. മൊബൈൽ ഫോൺ കമ്പനി തന്നെ ഡൗൺലോഡ് ചെയ്ത ആപ്പുകളായിരിക്കും അധികവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആപ്പുകളൊക്കെ നമ്മൾ ഏകദേശം ഒരു 3 മാസമോ അല്ലെങ്കിൽ 6 മാസമോ ഉപയോഗിക്കാത്ത ആപ്പുകളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് 6 മാസത്തോളം നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകളാണ്. അത് ആവശ്യമില്ലാത്ത ആപ്പുകളാണെങ്കിൽ ഇവിടെ ഈ അവസാനം കാണുന്ന ബോക്സിനകത്ത് ഇതുപോലെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിലോട്ട് നോക്കുക. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ. അതിന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ആപ്പുകൾ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ ഫീച്ചറും പ്ലേ സ്റ്റോറിൻ്റെ ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് കാണുന്ന നമ്മുടെ പ്രൊഫൈലിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പ്ലേ പ്രൊട്ടക്റ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ വലതുഭാഗത്ത് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ ഈ 2 സെറ്റിങ്സ് ഓൺ ആക്കി വെച്ചിരിക്കണം. നിങ്ങളുടെ ഫോണിനകത്ത് ഓൺ ആണോ നോക്കുക. ഓൺ ആയി കഴിഞ്ഞാലുള്ള ഗുണം ഒന്ന്, നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് ഏതെങ്കിലും വൈറസ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാൾവെയറുകൾ അറ്റാക്ക് ചെയ്യുന്ന ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് പ്ലേ സ്റ്റോർ തന്നെ കണ്ടെത്തുകയും അത് നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ അത് പ്ലേ സ്റ്റോർ തന്നെ നമ്മൾ അറിയിക്കുകയും നമുക്കത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഓരോ 10 മിനിറ്റിലും അതിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങളുടെ ഫോണിനകത്ത് ഏതെങ്കിലും ആപ്പുകൾ ഉണ്ടെങ്കിൽ പ്ലേ സ്റ്റോർ തന്നെ നമുക്ക് സഹായിക്കുന്നതാണ് ഈ 2 സെറ്റിങ്സ്. അത് നമ്മൾ എനേബിൾ ചെയ്യണം. ഇവിടെ ഏറ്റവും താഴെ കാണുന്ന ഭാഗത്ത് കാണാം പെർമിഷൻസ് ഫോർ അൺയൂസ്ഡ് ആപ്സ് എന്ന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പുകൾക്ക് നമ്മൾ ഏതൊക്കെ പെർമിഷൻസ് കൊടുത്തിട്ടുണ്ടോ അത് പ്ലേ സ്റ്റോർ തന്നെ റിമൂവ് ചെയ്ത് തരും. അപ്പോൾ അതിനുള്ള സെറ്റിങ്സാണ് ഈ 3ാമത്തെ ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അൺയൂസ്ഡ് ആപ്സ് എന്ന് കാണാൻ സാധിക്കും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 6 മാസത്തിലധികം ഉപയോഗിക്കാത്ത ആപ്പുകൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും. ഈ പ്ലേ സ്റ്റോർ തന്നെ ഈ പറയപ്പെട്ട ആപ്പുകൾക്കുള്ള എല്ലാ പെർമിഷനും ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് ഓഫ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആപ്പിൻ്റെ പേരിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും അൺയൂസ്ഡ് ആപ്സ് എന്ന് ഏറ്റവും അവസാനം പൗസ് ആപ്പ് ആക്ടിവിറ്റി അൺയൂസ്ഡ് എന്നുള്ള ഓപ്ഷൻ. അതായത് നമ്മൾ ഉപയോഗിക്കാത്ത ആപ്പ് ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഈ ഒരു ആപ്പിലേക്കുള്ള എല്ലാ ആക്ടിവിറ്റികളും പ്ലേ സ്റ്റോർ തന്നെ ഓഫ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ധൈര്യമായിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരം ആപ്പുകളൊക്കെ നമ്മുടെ ഫോണിനകത്ത് എടുക്കുന്ന പെർമിഷനുകളും അതുപോലെ തന്നെ മറ്റ് ഡാറ്റകളൊക്കെ പ്ലേ സ്റ്റോർ തന്നെ ഓഫ് ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള സൗകര്യമാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ 3ാമത്തെ ഓപ്ഷൻ നമ്മൾ ഓരോ ആപ്പുകളും ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓരോ ആപ്പുകൾക്കും നമ്മൾ അൺയൂസ്ഡ് ആയിട്ടുള്ള സമയത്ത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ റിമൂവ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് ആപ്പാണോ നമ്മൾ ഉപയോഗിക്കാത്തെങ്കിൽ ആ ഒരു ആപ്പ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ ഒരു ഐ ബട്ടൺ കാണും. അത് ക്ലിക്ക് കൊടുക്കുക. ചില ഫോണിനകത്ത് ആപ്പ് ഇൻഫോ എന്ന് എഴുതി കാണിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ആ എഴുതി കാണിക്കുന്ന ഭാഗത്ത് ക്ലിക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ കാണിക്കും ആക്ടിവിറ്റി അൺയൂസ്ഡ് എന്ന് നേരത്തെ പറഞ്ഞ അതേ സെറ്റിങ്സ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്പുകളുണ്ടെങ്കിൽ ഇതുപോലെ ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ആപ്പിലേക്കുള്ള എല്ലാ ആക്ടിവിറ്റികളും സ്റ്റോപ്പ് ചെയ്ത് കൊടുക്കും.
നമ്മുടെ ഫോൺ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിനകത്ത് പ്ലേ സ്റ്റോർ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സുകളാണ് പരിശോധിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.